പോലീസും ഗുണ്ടകളും മൃഗീയമായ ആക്രമണം സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ നടത്തിയെന്ന് സിപിഎം മുതിർന്ന നേതാവ് AK ബാലൻ. വർഗീയവാദികൾക്കെതിരായ പരാമർശങ്ങളിൽ തെറ്റുപറ്റിയിട്ടില്ലെന്നും ബാലൻ. പാലക്കാട് സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ലാത്തിചാർജ് നടത്തിയത്. സമാധാനം കാത്തുസൂക്ഷിക്കേണ്ട പോലീസ് തലങ്ങും വിലങ്ങും പ്രവർത്തകരെ തല്ലി. ഒന്നും മറക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനു പിന്നാലെയാണ് ആക്രമണമെന്നും ബാലൻ പറഞ്ഞു. പോലീസ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തട്ടെയെന്നും AK ബാലൻ പറഞ്ഞു. പടക്കം പൊട്ടിക്കലും ഉടനെ തന്നെ 2-3 സോഡാ കുപ്പികൾ അങ്ങോട്ടേക്ക് വരികയും ചെയ്തു. അത് കഴിഞ്ഞു തല്ലി, ഓഫീസിൻ്റെ ഉള്ളിൽ കയറി തല്ലി. എന്നിട്ട് മുകളിലേക്ക് കയറാൻ പോകുമ്പോൾ സഖാവ് കൃഷ്ണദാസ് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഏത് രൂപത്തിലുള്ള അനിഷ്ട സംഭവം ഉണ്ടാവുക? ഞങ്ങളൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഞങ്ങളെയൊക്കെ തൻ്റെ ശവത്തിൻ്റെ മുകളിൽ കയറ്റിയിട്ടില്ലേ പിന്നെ പോലീസിന് ഓഫീസിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റൂ? അപ്പം ആ രൂപത്തിലുള്ള ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങളത് നിസ്സാരമായിട്ട് കാണുന്നില്ല. ഇത് ഒരു റിഹേഴ്സലാണ്, ഇനി ഒരു തുടക്കമാണ്. വരട്ടെ ഒരു തുടക്കമാണ്. തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ കേരളത്തിൽ ഇന്ന് പാലക്കാട് കണ്ടതാണ് നാളെ കേരളത്തിലെല്ലാം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അനങ്ങാതിരുന്നോ? ഞങ്ങളെ പേടിച്ചിരുന്നോ? 1970 മുതൽ 1980 വരെയുള്ള 10 വർഷക്കാലം ഞങ്ങൾ ഇതിനെയെല്ലാം നേരിട്ടുകൊണ്ടാണ്. 1980 UDFിൻ്റെ കൂടെ ഉണ്ടായിരുന്ന AK ആൻ്റണിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ മുന്നണിയെ ഞങ്ങൾ പൊട്ടിച്ചത്. സഖാവ് അഴീക്കോടൻ മുതൽ സഖാവ് കുഞ്ഞാലി അതുപോലെ തന്നെ ഭാർഗവി നീലകണ്ഠൻ, ആലപ്പുഴയിലെ 100 കണക്കിന് സഖാക്കൾ, ഈ പാലക്കാട് കോട്ട മൈതാനിയുടെ ഹൃദയഭാഗത്ത് പിടഞ്ഞു വീണ് മരിച്ച 4 രക്തസാക്ഷികൾ, ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് കേരളത്തിലെ വർഗബന്ധങ്ങളിൽ ഞങ്ങൾ മാറ്റം വരുത്തി. അഭൂതപൂർവമായ മാറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായി ഞങ്ങൾ അധികാരത്തിൽ വന്നത്. പാർട്ടിയുടെ തോൽവിയുടെ കാരണം പരിശോധിക്കും. താൻ ജമാഅത്തെ ഇസ്ലാമിയെയാണ് പറഞ്ഞത്, ഇസ്ലാമിനെതിരല്ല. മതരാഷ്ട്രീയ നിലപാട് മാറ്റാത്തതിനാലാണ് ജമാഅത്തിനെ വിമർശിക്കുന്നത്. വെള്ളാപ്പള്ളി ലീഗിനെയാണ് പറഞ്ഞത്, അത് മുസ്ലിങ്ങളെയാണെന്ന മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചുവെന്നും വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും എടുത്ത നിലപാടുകളിൽ UDFന് അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടാകാമെന്നും ബാലൻ പറഞ്ഞു. ഒരു DGP റിട്ടയർഡായി വന്നതിന് ശേഷം പുല്ലാണ് പോലീസ് ഞങ്ങൾക്ക് ആ രൂപത്തിൽ മുദ്രാവാക്യം ഒരു IPS ഉദ്യോഗസ്ഥയും വിളിക്കണമെങ്കിൽ എത്രത്തോളം ദുഷിച്ച് നാറിയ മനസ്സാണ് സർവീസിലുള്ള സമയത്ത് അവർക്കുണ്ടായിരുന്നത് എന്നുള്ളതിൻ്റെ തെളിവല്ലേ? അതുപോലുള്ള സാധനങ്ങൾ ഇപ്പോഴും പോലീസിലുണ്ട്. പോലീസിലില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അവർക്ക് പോലീസിലായിരിക്കില്ല സ്ഥാനം. ഞങ്ങൾ പറയും ഞങ്ങളോട് കളിച്ചാൽ അത് ഞങ്ങൾ കൃത്യമായി ഒരു മാതൃകാ പ്രതിപക്ഷമായിട്ട് തന്നെ ഞങ്ങൾ പെരുമാറും. കേരളത്തിൻ്റെ അതിശക്തമായ മുന്നോട്ടുള്ള ഈ പോക്കിൽ UDF LDF ഗവൺമെൻറ് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളെ സഹായിക്കുമെങ്കിൽ ഞങ്ങൾ അവർക്ക് പിന്തുണയും പ്രഖ്യാപിക്കും. മതസൗഹാർദ്ദത്തിനെതിരായിട്ടുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള വെല്ലുവിളിയെ ശക്തമായി ചെറുക്കുന്നതിന് പകരം അവർക്ക് വിധേയമായി നിന്നാൽ അതിനെതിരായിട്ട് ശക്തമായിട്ട് ഞങ്ങൾ പ്രതികരിക്കും. UTV ന്യൂസ്, പാലക്കാട്.